ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു ഡേ 3 ഇൻ ദുബായ്. രാവിലെ തന്നെ എങ്ങോട്ടാണ് ഈ കുട്ടി തുള്ളി പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ എണ്ണിച്ച് കുളിച്ചൊരുങ്ങിയിട്ട് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്ന പരിപാടി ഇപ്രാവശ്യം ഒന്ന് ഞാൻ ഒഴിവാക്കാം കേട്ടോ. പകരം എന്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഏറ്റവും മോളിൽ കിടന്ന ഒരു സാധനം അങ്ങ് ടിക്ക് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ എനിക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ആര് കൊടുക്കാനാണ് ഗൈസ്. എന്റെ ഞൊളപ്പിന്റെ കാരണം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ 13,000 മീറ്റർ ഹൈറ്റിൽ നിന്ന് 193 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ നമുക്ക് ചാടാനുള്ള ടൈം രാവിലെ 9:30 കിട്ടിയേക്കുന്നത് കേട്ടോ. കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നുള്ള അതിമോഹം ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നെങ്കിലും എവിടെ നിന്നൊക്കെയോ ഉള്ള ഒരു പ്രഷറും എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ബാത്റൂമിൽ കുറച്ച് അധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഗൈസ്. അങ്ങനെ നമ്മൾ വിചാരിച്ച പ്ലാൻ എല്ലാം അങ്ങോട്ട് പാളിപ്പോയി. അവസാനം ഞാൻ ട്രെയിൻ കയറുന്നു, ബസ് പിടിക്കുന്നു, ഒന്നും പോലെ ഊബർ പിടിച്ചിട്ട് സ്ഥലത്തെത്തി. സമയം വളരെയധികം അതിക്രമിച്ചു പോയി. 9:30 എത്തേണ്ട നമ്മൾ 10 ആയിട്ടോടെ എത്തിയിട്ടില്ല. അപ്പോഴാണ് ഞാൻ മെയിൽ തുറന്നു നോക്കുമ്പോൾ ഒരു മെസ്സേജ് കാണുന്നത്. വെതർ കണ്ടീഷൻസ് കാരണം തൽക്കാലം നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട്. കിളി പോയോ അതോ സന്തോഷിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാതെ ആകെ ഞാൻ സ്തംഭിച്ചു പോയി ഗൈസ്. എന്നാലും ഞാൻ പ്രതീക്ഷ വിട്ടില്ല. ഞാൻ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. ഫൈനലി വി ആർ ഇൻ സ്കൈ ഡൈവ് ദുബായ്. ഈ കാണിക്കുന്ന ഷോയ്ക്കൊക്കെ വല്ല ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല കേട്ടോ. കാരണം അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് 2 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിൽ പോവാം, നമുക്ക് അവർ പൈസ തിരിച്ചു തരും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ദിവസത്തേക്ക് റീസ്കെഡ്യൂൾ ചെയ്യാന്നുള്ളത്. വിചാരിച്ചു നമുക്ക് എന്തായാലും അവിടെ വെയിറ്റ് ചെയ്തിരിക്കാന്ന്. ഈ പരിപാടിയും കഴിഞ്ഞ് കുറേ പ്ലാൻസ് ഇന്നത്തെ ദിവസം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അഞ്ജലി ദേവി ദുബായിക്ക് വന്ന കാരണം ഇതായത് കൊണ്ട് നമുക്ക് അതങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ വേഗം പോയി അങ്ങനെ ഡ്രസ്സും മാറി അവിടെ പോസ്റ്റ് പോലെ കുത്തിയിരുന്നു. നമുക്ക് സ്കൈ ഡൈവിങ്ങിന് വെയിറ്റ് ചെയ്തിരിക്കാം. ഹൈറ്റ് പേരുള്ള ഞാൻ ചാടാൻ പോവാം. അവസാനം നമ്മുടെ 4-5 മണിക്കൂറത്തെ കാത്തിരിപ്പത്തിന് ഏകദേശം അവസാനം ഉണ്ടാവാൻ പോകുന്ന ഒരു പ്രതീക്ഷയിൽ ഒരു 3-3:30 ആയപ്പോഴത്തേക്കിനും ആൾക്കാരെ വിളിച്ചു തുടങ്ങി. കാരണം വീണ്ടും ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അമ്മോ, വല്ലാത്തൊരു സമാധാനം. എന്നാലും എന്റെ പേരെന്താ കാണാത്തേ എന്നുള്ള ടെൻഷൻ അടിച്ചായിരുന്ന ഒരു മണിക്കൂറുണ്ടല്ലോ, ആലോചിക്കാൻ കൂടി വയ്യ. കുറെ പേര് റീസ്കെഡ്യൂൾ ചെയ്യാൻ ക്യാൻസൽ ചെയ്തതുകൊണ്ട് അധികം നേരം എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഒരു 4 മണി 4:30 ആയ സമയത്ത് എന്റെ പേരവിടെ തെളിഞ്ഞു വന്നു. അമ്മോ, എന്നാലും എന്റെ ഹാർട്ട് ബീറ്റ് ഒരു 130-150 ഇടയ്ക്ക് നിന്നിരുന്നു കേട്ടോ. പേര് വന്നതിന് ശേഷം എനിക്കായിട്ട് അസൈൻ ചെയ്തിട്ടുള്ള ചെങ്ങാടി അടുത്തേക്ക് ഞാൻ ഓടിപ്പോയി കേട്ടോ. അങ്ങനെ അവർ നമ്മളെ ഉള്ള സേഫ്റ്റി പരിപാടികൾക്കൊക്കെ ആയിട്ട് സെറ്റ് ആക്കിയിട്ട് നമ്മുടെ ഗോപുരമായിട്ടൊരു ക്യാമറമാൻ ചേട്ടൻ വന്നിട്ട് നമ്മളെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോഴാണ് എനിക്ക് ശരിക്കും അങ്ങോട്ട് കുറച്ച് ടെൻഷൻ ആയത്. എങ്ങനെ പേടി തോന്നാതിരിക്കും? അവിടെ വന്നവർക്ക് എല്ലാവർക്കും കൂടിനായിട്ട് ഒന്നെങ്കിൽ കുടുംബം മൊത്തം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരെങ്കിലും ഉണ്ടാവും. ഇവിടെ ആകെ ഞാൻ മാത്രമാണ് ഒറ്റത്തടിയായിട്ട് വന്ന് ഇങ്ങനെ വാ ചാടാന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ അഡ്രനൽ അങ്ങോട്ട് തെളിച്ച് മറിയാൻ തുടങ്ങിയില്ലേ. I think every second I enjoyed it. It was all the adrenaline. That's great. Would you do it again? Yeah, of course. Thank you very much for dropping us by Dubai. See you Thank next you. time. Bye-bye. സ്കൈ ഡൈവും കഴിഞ്ഞ് തളർന്ന തരിപ്പണമായി കഴിഞ്ഞു ഗൈസ്, എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഉയരവും വെള്ളവും പേടിയുള്ള ഞാൻ സ്കൈ ഡൈവിങ് ചെയ്തു. അടിപൊളി, അടിപൊളി. എന്റെ അമ്മോ, ചാടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ലേ. ആ ഏരിയയിൽ കടലിൽ എന്തോ ഒരു ആഴുണ്ടാവും. എന്റെ കൂടെ പറക്കുന്ന ആൾക്ക് നീന്താൻ അറിയോ? താഴെ വീണ് കഴിഞ്ഞാൽ അവിടെ വന്ന് രക്ഷിക്കാൻ ആൾക്കാരുണ്ടാവോ? എന്തൊക്കെ ചിന്തകളാണെന്ന് അറിയോ? എല്ലാവരും ലൈഫിൽ ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്ത ഒരു സാധനമാണ് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു അഡ്രിനാലിൻ റഷ്. അതിപ്പോൾ സ്കൈ ഡൈവിങ് ആയിരിക്കുന്നത് തന്നെയില്ല, ഇതുപോലെ എക്സ്പെൻസീവ് അത്ര അല്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ട്രൈ ചെയ്യേണ്ട സാധനം തന്നെയാണ് കേട്ടോ. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദുബായിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമായിരുന്നു ട്രാം ഇത്ര ദിവസത്തിൽ. അപ്പോൾ അത് ഇന്നൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ നേരെ പോകുന്ന ദുബായ് മോളിലേക്കാണ്. എയർ ഒന്നിനും അല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി വെച്ചിരുന്ന ബുർജ് ഖലീഫയുടെ നൈറ്റ് വ്യൂ കാണാനായിട്ട്. അവിടെ എനിക്ക് കമ്പനി ആയിട്ട് നമ്മുടെ ദിൽജിത്ത് ഉണ്ട്. 5-6 വർഷം ശേഷമാണ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത് കേട്ടോ. ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷനിൽ ഉണ്ടായിരുന്നെങ്കിലും ഇജാതി ഒരു വൈബിയും പ്രതീക്ഷയില്ല കേട്ടോ. വല്ലാത്തൊരു നൈറ്റ് ലൈഫ് തന്നെ.
കാഴ്ചകളൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും മിസ്സായനല്ലേ. വിങ്സ് ഓഫ് മെക്സിക്കോയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണമെന്ന് കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷെ ഈ സാധനം കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾ കുറേ പണിപ്പെട്ടു. പക്ഷെ അവസാനം സാധനം എടുത്തിട്ട് നമ്മളൊരു ഐസ്ക്രീമും കഴിച്ചിട്ട് പിരിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്റ്റേ വസുവിന്റെ കൂടെയാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്നാ പറയാൻ ഞാൻ എപ്പോഴേ റെഡി. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.